ഇന്ന് ഞാൻ അയലക്കറിയാണ് വയ്ക്കുന്നത്. ഇത് അയല 1/2 കിലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പുളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇച്ചിരി സബോള, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമ്മളിനി വാട്ടുക. എണ്ണ ഒഴിക്കുകയാണ്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമ്മളിത് അരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ട് അരയ്ക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അരച്ചേച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നമ്മൾ ചെറിയ ഉള്ളി ഇടുക. പെട്ടെന്ന് കഴിയും. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വാടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. നല്ല ഒരു അയലക്കറിയാണ്. നിങ്ങൾ വെച്ച് നോക്കണം. നമ്മൾ തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് വാട്ടി ഒത്തിരി വാടണ്ട, കുറച്ച് വെച്ച് ഉപ്പിടുകയാണ്. ഉപ്പിട്ട് വാട്ടണം, എന്നാലേ ആ ഉപ്പും പിടിക്കുള്ളൂ. അപ്പം 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇടാം, നമുക്ക് വേണമല്ലോ. ഇനിയിപ്പോൾ അരച്ച് കഴിയുമ്പോൾ വേണം. ഇനി അത് വാടിയിട്ട് മുളക് പൊടി ഇടാം. മഞ്ഞൾ 1/2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണാണ്, എരിവുള്ള മുളക് പൊടിയാണ്. ഉലുവ 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂണ്. കുറച്ച് മീനും ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടുക. പച്ചച്ചോവ പോകുന്നിടം വരെ അത് കഴിഞ്ഞ് ഇത് മിക്സിയിൽ അരക്കുകയാണ്. മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെയാണ് മീനിടുന്നത്. മിക്സിക്കകത്ത് ഇടുകയാണ്. അത് എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ചട്ടിക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവ കൂടെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. പൊടിയും വേണം, ഉലുവയും വേണം. ഉലുവായിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരപ്പാണ്. ഈ അരപ്പാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് നമ്മളൊന്ന് ചൂടാകുന്നിടം വരെ നമ്മൾ ഇതിലോട്ട് കരിവേപ്പിലയും പുളിയും കൂടെ ഇടുകയാണ്. ആ പുളിയും കൂടെ ഇട്ട് നമ്മളൊന്ന് തിളയ്ക്കുക. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് മീനിടാം. മീൻ പെറുക്കിയിടാം. നല്ല ഒരു മീൻ കറിയാണ്. ഇവിടെയൊക്കെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മീൻകറി പോലത്തെ മീൻകറിയാണ്. അതിന് നമ്മൾ കരിവേപ്പില ഇടുകയാണ്. ലാസ്റ്റ് കരിവേപ്പില ഇട്ട് 1 സ്പൂണ് എണ്ണയും കൂടെ ഒഴിക്കുക. അത്രേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയുള്ള മീൻകറിയാണ്.
വെച്ച് കഴിക്കണം. എൻ്റെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്നില്ലേ? ഇതാണ് മീൻകറി. നമ്മൾ തന്നെയാ അത് നിർത്തിയിട്ട് അടച്ച് വെക്കുകയാണ്.